Hi everybody, welcome back and this is Melba guys. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സാംസങ് M55s 5G എന്ന ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന പുതിയ ഫോണാണ്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED പാനലായിട്ടായിരിക്കും ഈ ഫോൺ ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. 5 ഡിസൈൻ വരുന്നുണ്ട്. ടോപ്പ് സെൻട്രലായിട്ടായിരിക്കും. പിന്നെ 120Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 180 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ 7.8 mm ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു ഫോണിന് വേണ്ട മിക്ക ഡിസ്പ്ലേ സ്പെക്കും ഉണ്ട്. മിക്കതും ഉണ്ട്. നല്ല LTPA എന്നൊക്കെ കൊടുക്കായിരുന്നു, അതൊന്നും കൊടുത്തിട്ടില്ല. ചിലപ്പോൾ LTPA വരാം. 120Hz ഇടയ്ക്കും 120Hz ഇടയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനെ ഒരു ഫീച്ചറും കൂടെ കൊടുക്കാമായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്കിനി ഡിസ്പ്ലേ സ്പെക്ക് അത് മാറ്റി തരുന്നത് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ് സ്പെക്ക്. നമുക്കിനി നെക്സ്റ്റ് പ്രൊസസ്സർ ഒന്ന് നോക്കിയാലോ. പ്രൊസസ്സർ നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറായിട്ടായിരിക്കും ഈ ഫോൺ ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. 5G സപ്പോർട്ടാണ്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 5G സപ്പോർട്ടാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. അതേപോലെ തന്നെ Android 40 ബേസ് ചെയ്തായിരിക്കും ഈ ഫോൺ ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ പോകുന്നത്. അപ്പോൾ ക്യാമറ സൈഡ് നോക്കിയാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി ലെൻസ് നോക്കിയാൽ 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പാച്ചറി വരുന്ന ഒരു പ്രൈമറി ലെൻസ് ആണ്. അതേപോലെ തന്നെ OIS സപ്പോർട്ടാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സെക്കൻഡറി ലെൻസ് നോക്കിയാൽ ഒരു അൾട്രാവൈഡ് ലെൻസ് ആണ്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ലെൻസ് ആണ്. ആൻഡ് 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ഓവർ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്പെക്കാണെന്ന് പറയാം. പിന്നെ ഒരു 50 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും കൂടെ കൊടുക്കുന്നുണ്ട്. ക്യാമറ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്പെക്കാണെന്ന് പറയാം. ഒരു ഫോണിന് വേണ്ട ഒരു ബേസിക് സ്പെക്കും കാര്യങ്ങളും ക്യാമറ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി സൈഡ് നോക്കി നോക്കാം. ബാറ്ററി സൈഡ് നോക്കി കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോർമൽ എല്ലായിടവും വരുന്നത് തന്നെയാണ്. 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്, വലിയ കാര്യം. അതേപോലെ തന്നെ Type-C പോർട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഗുഡാണ്. ഡീസൻറ്റ് സ്പെക്കാണ് ബാറ്ററി എന്ന് പറയുമ്പോൾ. ഇനി ഈ ഫോൺ ഇറങ്ങുമ്പോൾ എത്ര വേരിയൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. 8GB RAM 128GB ഇന്റർണലോട് കൂടിയുള്ള ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ ഈ ഫോൺ ഇറങ്ങുമ്പോൾ അവൈലബിൾ ആകത്തുള്ളൂ മാർക്കറ്റിൽ. അതേപോലെ തന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് എങ്ങനെയെന്ന് നോക്കി നോക്കാം. നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ് പറയുന്നത്. ഒരു 27,000 തൊട്ട് ഒരു 30,000 അകത്ത് നിൽക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ. 27,000 തൊട്ട് ഒരു 30,000 അകത്തായിരിക്കും ഈ ഒരു ഫോണിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന സാംസങ് M55s 5G എന്ന ഫോണിൻ്റെ നമുക്കറിയാൻ കഴിഞ്ഞ സ്പെക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്തൊരു ലേറ്റസ്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ ഇതേപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക് റിവ്യൂസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ലോഞ്ച് ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ അറിയിക്കും. അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ സ്പെക്കൊക്കെ ഇതാണ്. ഈ സ്പെക്ക് തന്നെയായിരിക്കും. ഈ ലോഞ്ച് ഡേറ്റ് മാത്രം വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് അറിയിക്കും. അങ്ങനെ ചാനലൊക്കെ സബ്സ്ക്രൈബ് സൂക്ഷിച്ചോ. വേറെ ഒന്നും പറയില്ല. ദിസ് ഇസ് മേദുൽ സാരിക്കും.